Hi friends, once again welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. നിങ്ങളുടെ തംബ്നെയിൽ കണ്ട പോലെ തൊഴിൽ തട്ടിപ്പ് വീണ്ടും ഓൺലൈനിൽ വ്യാപകമായി. അപ്പോൾ അതിന്റെ എന്താണ് വിശദാംശമൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ മാത്രം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മാത്രം. ബാക്കി എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണവർ ആ കൂടെ ബെല്ലൊന്നും അമർത്താൻ, എന്നാലേ ഇനി ഇങ്ങനത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇന്റർനെറ്റിൽ ആദ്യകാലം മുതൽ തന്നെ ഓൺലൈനിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോകളുണ്ട്. അതല്ലാണ്ട് കുറെ പരസ്യങ്ങൾ വരും, നമ്മൾ അതിലൊക്കെ ചെന്ന് ചാടും ചെയ്യും. പണ്ട് ഫോൺ വഴിക്കും ന്യൂസ് പേപ്പർ ആഡ്സ് ആയിട്ടൊക്കെ നമ്മുടെ BPO വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ള 99% ഓൺലൈൻ വർക്ക്സും ഫേക്കാണ്. എനിക്ക് കുറെ പൈസയൊക്കെ പോയതാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനത്തെ ഫേക്ക് BPO വർക്ക്സിന്റെ പുതിയ ഒരു മോഡല് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയാൻ പോവാണ്. കാരണം ഇന്നലെ ഫേസ്ബുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ഒരു ആഡ് എൻ്റെ അയക്കാൻ ചെയ്തു. നിങ്ങൾക്ക് വീട്ടിൽ ഒരു ദിവസം 500-ന്റെയും 2000-ന്റെയും മേലെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അതിന് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തു. അപ്പോൾ തന്നെ എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ അത് കാണാം. എന്താണ് ആ മെസ്സേജ് എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ ഒരു മെസ്സേജിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാലോ, ആമസോണിന്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറെ പ്രൊമോട്ടർമാർ ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യാണെങ്കിൽ, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അതിന്റെ താഴെ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലാണ് ഞാൻ സസ്പീഷ്യസ് ആയത്. ഇത് ഫേക്കാന്ന് എനിക്ക് ആ ലിങ്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായി. ആമസോൺ ഒന്നും ഒരിക്കലും ABC എന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കില്ല. ആമസോൺ അതിന്റെ ഫസ്റ്റ് ഭാഗത്ത് amazon.com എന്ന് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ ഇത് കാണാം, സ്ക്രീനിൽ കാണാം, ആ ലിങ്കിന്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായത് നമ്മുടെ ഡാറ്റ ഡിഗ് ചെയ്യാനും കൂടെ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 100% ഷുവർ ആണ് നമ്മുടെ ഫോണിലേക്ക് ഒരു മാൽവെയർ അവരായിടും. തീർന്നല്ലേ? പിന്നെ നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ എടുക്കും. അതേപോലെ തന്നെ ഡാറ്റ ഡിഗ് ചെയ്യാൻ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളത് കൊടുക്കണം. അതിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും. കാരണം പൈസ ട്രാൻസ്ഫർ ചെയ്യാനാണ്. ഇങ്ങനെ വരുമ്പോഴാണ് CVV ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, CVV എന്ന് പറഞ്ഞ ATM കാർഡിന്റെ ബാക്കിലുള്ള നമ്പറാണ്. അതൊരിക്കലും നമ്മൾ ആർക്കും കൊടുക്കരുത്. നമ്മളത് മനപ്പാടാക്കിയിട്ട് സ്ക്രാച്ച് ചെയ്ത് കളയാനാണ് ബാങ്കിൽ തന്നെ പറയുന്ന കാര്യം. കാരണം എന്താ വെച്ചാൽ അത് ബാങ്കിൽ അത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ കള്ളത്തരങ്ങളും ഫോർജറിക്കൊക്കെ ചെയ്യുക. അപ്പൊ അത് അവിടെ നിന്നു. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഇതേ ന്യൂസ് തന്നെ കേരള പോലീസിന്റെ സൈറ്റ് ഇതൊരു തട്ടിപ്പാണ്, നിങ്ങൾ ആരും അതിലേക്ക് പോവരുത് എന്ന് പറഞ്ഞിട്ട്. ഹാറ്റ്സ് ഓഫ് ടു കേരള പോലീസ്. അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പൊ നോക്കും, ഈ കോവിഡ് കൊറോണ കാലത്ത് ഈ ജനങ്ങള് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടാണ്, ഇൻക്ലൂഡിങ് മീ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അവരുടെ ഡാറ്റ ഡിഗ് ചെയ്യാനും അവരെ ഫോണിൽ നിന്ന് എന്താണുള്ളത് വെച്ചാൽ ഡാറ്റ സ്റ്റീൽ ചെയ്യാനാണ് ഇങ്ങനത്തെ ഫ്രോഡ് കമ്പനീസും ഫ്രോഡ് ആൾക്കാർ. നിങ്ങൾക്ക് അവരുടെ നമ്പർ ഇതാ ഇവിടെ നിന്ന് കാണാം. ഇതാണ് അവരുടെ നമ്പർ. ഈ ഒരു നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. നമ്മൾ കളവ് പറയല്ല. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു അനുഭവം വരാണെങ്കിൽ, വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ചതിയിലൊന്നും ചെന്ന് പെടാൻ നിൽക്കരുത്. അതേപോലെ ക്രിസ്മസ് വിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ലിങ്കിലൊന്നും കയറി പെടാതിരിക്കാം. അതും ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. അതൊരിക്കലും നിങ്ങൾ അതാക്കരുത്. ഇത് നിങ്ങളുടെ ഫോണിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവാന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അധികം ഡീപ്പായിട്ട് പോകണ്ട. അപ്പൊ ഈ ഒരു പുതിയൊരു തട്ടിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് ഗുഡ് ബൈ.